ഭാരതത്തെ വിശ്വഗുരുവായി ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച രാഷ്ട്രതന്ത്രജ്ഞൻ, ലോകാരാധ്യനായ പ്രധാനമന്ത്രിക്ക് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ. मंच पे विरासित सबके लोकप्रिय नेता हमारे परम आदरणीय श्री प्रधानमंत्री नरेंद्र मोदी जी, ഈ പരിപാടിയുടെ ആസൂത്രണത്തിനും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾക്ക് സമ്മാനിക്കുവാനും കാരണക്കാരനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ അവർകൾ, വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന കേരളത്തിൻ്റെ പ്രഭാരി കൂടിയായിട്ടുള്ള MP ശ്രീ ജാവഡ്കർജി, സഹപ്രഭാരി ശ്രീ രാധാ മോഹൻദാസ് അഗർവാൾ ജി, ശ്രീ സുരേഷ് ഗോപി അവർകൾ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ നിന്ന് വന്ന് അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ലോകത്തിന് ആകമാനം മാതൃകയായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ആ മഹിളാരത്നങ്ങൾക്കൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യരായിട്ടുള്ള നേതാക്കൾ, അതോടൊപ്പം മഹിളാ മോർച്ചയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും നേതാക്കൾ, പ്രവർത്തകർ, എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന സ്ത്രീ ശക്തിക്കും എൻ്റെ സാദര നമസ്കാരം. സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രിക്ക് ഈ ശക്തന്റെ മണ്ണിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും, ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യരായിട്ടുള്ള നേതാക്കൾക്കും മഹിളാ മോർച്ചയുടെ നേതാക്കൾക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സാദര നമസ്കാരവും സുസ്വാഗതവും ഓതുകയാണ്. ബേട്ടി ബചാവോ ബേട്ടി പഠാവോയിൽ നിന്ന് തുടങ്ങി ഇന്ന് 33% സംവരണം ഭാരതത്തിലെ സ്ത്രീകൾക്ക് ഉറപ്പാക്കുന്നതിനായിട്ട് കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് നമ്മുടെ യഥാർത്ഥ ശാക്തീകരണം ഇവിടെ ഭാരതത്തിൽ ഉറപ്പാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കേരളത്തിലെ സ്ത്രീ ശക്തിയും ആഗ്രഹിക്കുന്നത് രാഷ്ട്രത്തിന്റെ വികസനം നാരി ശക്തിയിലൂടെ തന്നെയാവണം എന്ന് തന്നെയാണ്. എന്നാൽ അടിമകളാക്കിക്കൊണ്ട്, നിശ്ചലരാക്കിക്കൊണ്ട് അവരെ എക്കാലവും അവകാശങ്ങൾക്ക് വേണ്ടി തേടുന്ന ഹതഭാഗ്യരായിട്ട് തീർക്കുവാനാണ്, അങ്ങനെയുള്ള ഒരു സമീപനമാണ് ഇവിടെ കാലാകാലങ്ങളിൽ നിലനിന്നിരുന്ന സർക്കാരുകൾ സ്വീകരിച്ചത്. അതിന്റെ ഫലമായിക്കൊണ്ട് ഇന്ന് നമുക്ക് വിചാരിച്ചത്രയും മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടില്ല. എന്നാലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞു, രാഷ്ട്രത്തിന്റെ ഉന്നമനം ഉറപ്പാക്കുന്നതിന് സ്ത്രീയുടെ ശക്തിയാണ് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നു മാത്രമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾക്കേവർക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായിട്ട് നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമുക്ക് മുമ്പിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ശക്തന്റെ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങളെയെല്ലാം സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ ഉറപ്പു നൽകുകയാണ്, കേരളത്തിലെ സ്ത്രീ ശക്തിയും മോദിക്കൊപ്പം തന്നെയാണ് വരും കാലങ്ങളിൽ രാഷ്ട്രത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നതിനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി നൽകുന്നതിനായി ഞങ്ങളുണ്ട് എന്ന് ഉറപ്പു നൽകുകയാണ്. നന്ദി, സ്വാഗതം, സുസ്വാഗതം. അധ്യക്ഷ ഭാഷണത്തിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സാരഥി ശ്രീ കെ സുരേന്ദ്രൻ അവരുടെ സാദരം ക്ഷണിക്കുന്നു. बोलो भारत माता के, नरेंद्र मोदी जी के, ലോകാരാധ്യനായ പ്രധാനമന്ത്രി
ആദരണീയനായ ശ്രീ നരേന്ദ്രമോദിജി അവർകൾ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള കേരളത്തിന്റെ സാമൂഹ്യ മനസ്സാക്ഷിയുടെ പ്രതീകങ്ങളായിട്ടുള്ള വനിതാ നേതാക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതാക്കന്മാരെ, തടിച്ചുകൂടിയിട്ടുള്ള 10,000-കണക്കിന് സഹോദരിമാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീ നരേന്ദ്രമോദിജി കാശി വിശ്വനാഥന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ രാജ്യത്തെ നയിക്കുന്നത്, ഈ ലോകത്തിന് വെളിച്ചം നൽകുന്നത്. ആ കാശി വിശ്വനാഥന്റെ മണ്ണിൽ നിന്ന് അതേ ചൈതന്യമായിട്ടുള്ള വടക്കനാഥന്റെ മണ്ണിലേക്കാണ് ശ്രീ നരേന്ദ്രമോദിജി എത്തിയിരിക്കുന്നത്. വടക്കനാഥന്റെ മണ്ണിൽ കേരളത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നരേന്ദ്രമോദിജിയോടൊപ്പം ഇന്ന് വേദി പങ്കിടുന്നത് ആരൊക്കെയാണ്? കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധികളായി, അവരുടെ വികാരമായി, അവരുടെ വിചാരമായി, കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയുടെ പ്രതീകമായി അണിനിരന്നിരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ഈ സ്ത്രീ രത്നങ്ങളെ നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തിയതാണ്. എല്ലാവർക്കും അറിയാം, ഇതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുള്ള, സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, സ്ത്രീകൾക്ക് വേണ്ടി ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല. ഒരേ ഒരു പ്രധാനമന്ത്രിയെ ഉണ്ടായിട്ടുള്ളൂ, അത് ശ്രീ നരേന്ദ്രമോദിജിയാണ്. അനേകം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള പദ്ധതികളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഈ രാജ്യത്തിലെ സ്ത്രീകൾക്കായി നൽകിയിട്ടുള്ളത്. ഇവിടെ സ്പോർട്സ് താരങ്ങളുണ്ട്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള മിന്നു മണിയുണ്ട്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ചലച്ചിത്ര നടിയുണ്ട്, നർത്തകിയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള മറിയക്കുട്ടി അമ്മയുണ്ട്, വൈക്കം വിജയലക്ഷ്മിയുണ്ട്, ശ്രീമതി PT ഉഷയുണ്ട്. അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള മഹിളാ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. മഹിളകളെ, സ്ത്രീ സമൂഹത്തെ എല്ലാ മേഖലയിലും കൈപിടിച്ചുയർത്തുകയാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി. ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രിജി ഡൽഹിയിൽ ക്രിസ്മസ് വിരുന്നൊരുക്കിയപ്പോൾ കായിക താരമായിട്ടുള്ള അഞ്ജു ബോബി ജോർജ് അവർ പറഞ്ഞു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇരിക്കുന്ന കാലത്ത് മെഡലുകൾ വാങ്ങാൻ കഴിയാത്തതിൽ എനിക്ക് ദുഃഖമുണ്ടെന്ന്. എങ്ങനെയാണ് കായിക രംഗത്തെ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രീ നരേന്ദ്രമോദിജി പരിശ്രമിക്കുന്നതെന്ന് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ നേരത്തെ പ്രസംഗിച്ചു ശ്രീമതി PT ഉഷ അവർകൾ, നമ്മുടെ സ്പ്രിന്റ് റാണി. ആ PT ഉഷ അവർകൾ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ പ്രതിനിധിയായി, രാജ്യത്തിന്റെ പ്രതിനിധിയായി, സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയായി പ്രവർത്തിക്കാൻ കഴിയുന്നത്, നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നത് ശ്രീ നരേന്ദ്രമോദിജി ഉള്ളത് കൊണ്ടാണ്. ഇവിടെ ശോശമായ്പ് എന്ന് പറയുന്ന ആരാധ്യയായിട്ടുള്ള പത്മശ്രീ ലഭിച്ചിട്ടുള്ള നമ്മുടെ വനിതാ രത്നമുണ്ട്. ഇവിടുത്തെ വെച്ചൂർ പശുക്കളെയും ഇവിടുത്തെ ആ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചു. ആരാണ് പത്മശ്രീ നൽകുമ്പോഴെല്ലാം നമുക്കെല്ലാം അറിയാം. കഴിഞ്ഞ 10 വർഷമായി ശ്രീ നരേന്ദ്രമോദിജി രാജ്യത്ത് പത്മശ്രീ പോലുള്ള വലിയ അവാർഡുകൾ നൽകുന്നത്, കൈപിടിച്ചുയർത്തുന്നത് ആരെയാണ്? നമ്മുടെ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ആരും ശ്രദ്ധിക്കാനില്ലാത്തവർ, പ്രോത്സാഹനം നൽകിയിട്ടില്ലാത്ത, ഇതുവരെ ആരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത എല്ലാ മേഖലകളെയും ശ്രീ നരേന്ദ്രമോദിജി കൈപിടിച്ചുയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിൽ വടക്കനാഥന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇന്ന് നമ്മളെ കേരളത്തോട് അഭിസംബോധന ചെയ്യുമ്പോൾ, മോദിജി വരുമ്പോഴെല്ലാം കേരളം അങ്ങനെ കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ഐതിഹാസികമായ ഒരു യുവജന സമ്മേളനമാണ് നാം നടത്തിയത്. ഇതായിപ്പോൾ ജനുവരിയിൽ പുതുവർഷത്തിൽ ശ്രീ നരേന്ദ്രമോദിജി വരുമ്പോൾ നാം സ്ത്രീകളുടെ ആകെ പ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ് ഇവിടെ നടത്തുന്നത്. കേരളം ഈ സന്ദർഭത്തിൽ, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലും അതുപോലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ ആകമാനം ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷ, സ്ത്രീ ശാക്തീകരണം, പ്രിയപ്പെട്ടവരെ, വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസാക്കിയതിനു ശേഷം
33% സംവരണം എല്ലാ നിയമസഭകളിലും പാർലമെന്റിലും തദ്ദേശ എല്ലായിടത്തും ഉറപ്പുവരുത്തിയിട്ടാണ് ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി കേരളത്തിലേക്ക് വരുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്, സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള അവസരങ്ങൾ നൽകുന്നതിന്. അങ്ങനെ വനിതാ സംവരണ ബിൽ പാസാക്കിയതിനു ശേഷം ആദ്യമായി സംസ്ഥാന തലത്തിൽ നടക്കുന്ന മഹിളകളുടെ ഒരു വലിയ സമ്മേളനമാണ്. കേരളത്തിലെ മഹിളകൾ എല്ലാവരും, സ്ത്രീ സമൂഹം നരേന്ദ്രമോദിജിക്ക് നന്ദി പറയുന്ന സമ്മേളനമാണ്. പ്രിയപ്പെട്ടവരെ, സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്നുള്ള ഈ മഹാസമ്മേളനം കേരളത്തിൽ നരേന്ദ്രമോദിജിയുടെ കരസ്പർശം, അദ്ദേഹത്തിന്റെ ഇടപെടൽ, അദ്ദേഹത്തിന്റെ നേതൃത്വം കേരളം ദാഹിക്കുന്നു എന്നുള്ളതാണ് നാം ഇപ്പോൾ കണ്ട റോഡ് ഷോയിലൂടെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മോദിജിയെ വരവേൽക്കാൻ തൃശ്ശൂരിലെ പൗരാവരി വന്നിരിക്കുന്നത്. കേരളം നരേന്ദ്രമോദിജിയെ കാത്തിരിക്കുന്നു. കേരളത്തിന്റെ വികസനം, കേരളത്തിന്റെ പുരോഗതി, കേരളം നരേന്ദ്രമോദിജിയോടൊപ്പം കൈപിടിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ മഹാസമ്മേളനത്തിൽ അണിനിരക്കുന്ന വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ. പ്രിയപ്പെട്ടവരെ, സ്നേഹയാത്ര എന്നാണ് മോദിജി ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉപദേശം. കഴിഞ്ഞ വർഷം മോദിജി ഞങ്ങളോട് പറഞ്ഞു, കേരളം മുഴുവൻ നിങ്ങൾ സ്നേഹയാത്ര നടത്തണം. ആ സ്നേഹയാത്ര, നരേന്ദ്രമോദിജിയുടെ സ്നേഹയാത്ര ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചപ്പോൾ ചിലർക്ക് വേവലാതിയാണ്. ഭരിക്കുന്നവരും പ്രതിപക്ഷവും നരേന്ദ്രമോദിജി ആഹ്വാനം ചെയ്ത സ്നേഹയാത്ര കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നു എന്ന് പറയുമ്പോൾ എതിരായിട്ട് വരികയാണ്. മോദിജിയുടെ സൽക്കാരത്തിൽ പങ്കെടുത്ത ക്രൈസ്തവ സമുദായ നേതാക്കന്മാരെ പരസ്യമായി ആക്ഷേപിക്കുന്ന നിലപാടാണ് മന്ത്രിമാരടക്കമുള്ള ഭരണകക്ഷി നേതാക്കന്മാർ ശ്രമിക്കുന്നത്. അവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ക്രൈസ്തവ സമൂഹത്തോടും അവരോടൊപ്പം അണിനിരന്നിരിക്കുന്ന നേതാക്കന്മാരോടും, ഒരു വൈദികൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ മോദിജിയുടെ വികസന നയത്തിൽ ആകൃഷ്ടനായി ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു. എനിക്ക് അവരോടെല്ലാം ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിജിയുടെ പാർട്ടിയിലാണ് അവർ ചേർന്നതെങ്കിൽ കേരളത്തിലെ ഓരോ BJP പ്രവർത്തകനും അവരോടൊപ്പം എപ്പോഴും സംരക്ഷണത്തിനുണ്ടാവും. പ്രിയപ്പെട്ട, കേരളം മാറുകയാണ്. സ്നേഹയാത്രയുടെ പാതയിലേക്ക് കേരളം മാറുകയാണ്. വികസനത്തിന്റെ നാളെ കേരളം പ്രതീക്ഷിക്കുകയാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ക്രൈം റെക്കോർഡ് ബ്യൂറോ പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. ശ്രീ പിണറായി വിജയന്റെ ഭരണകാലത്താണ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത്, കൊച്ചുകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നത്, വന്ധ്യവയോധികൾക്ക് പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ വിവാഹമോചനം, ഏറ്റവും കൂടുതൽ സ്ത്രീധന മരണം, ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ എല്ലാം ഇന്ന് കേരളത്തിൽ നടക്കുകയാണ്. ഇതിനെല്ലാം അറുതി വരുത്താൻ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വം കേരളത്തിന് ആവശ്യമുണ്ട്. ഇതാ കേരളത്തിലെ നാരി ശക്തി, കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും പ്രതിനിധീകരിക്കുന്നവർ. ഇതിൽ അംഗൻവാടി ടീച്ചർമാരുണ്ട്, ആശാ വർക്കർമാരുണ്ട്, മൻരേഗ തൊഴിലാളികളുണ്ട്, ഇവിടെ സംരംഭകരായിട്ടുള്ള വനിതകളുണ്ട്. അങ്ങനെ തൊഴിലിടങ്ങളിൽ എല്ലായിടത്തും പ്രവർത്തിക്കുന്ന വനിതകൾ, സാമൂഹ്യ മേഖലയിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന വനിതകളുടെ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളം 2024 തെരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യം വന്നത് നമ്മുടെ ഈ തൃശ്ശൂരിലേക്കാണ്, ഗുരുവായൂരിലേക്കാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യം ഇവിടെയാണ് വന്നത്. തൃശ്ശൂർക്കാർക്ക് എപ്പോഴും ആ സൗഭാഗ്യം ലഭിക്കുന്നുണ്ട്. നരേന്ദ്രമോദിജിയുടെ ആ സൗഭാഗ്യം തൃശ്ശൂർക്കാർക്ക് ലഭിക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ആരംഭിക്കുമ്പോഴും ആദരണീയമായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വടക്കനാഥന്റെ മണ്ണിലേക്കാണ്, തൃശ്ശൂരിന്റെ മണ്ണിലേക്കാണ്, പൂരങ്ങളുടെ മണ്ണിലേക്കാണ്, ശക്തന്റെ നാട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും നയിക്കുന്ന ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിക്കാനാണ്. ആദരണീയനായ സുരേഷ് ഗോപിയെ പോലുള്ള ആളുകളെ അനുഗ്രഹിക്കാനാണ് ശ്രീ നരേന്ദ്രമോദിജി ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബോലോ ഭാരത് മാതാ കി. അടുത്തതായി ആരാധ്യനായ പ്രധാനമന്ത്രിക്കുള്ള ഉപഹാര സമർപ്പണമാണ്. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം അയോധ്യയിൽ ഭവ്യമായ ഒരു രാമമന്ദിരം ഉയരുമ്പോൾ
രാമക്ഷേത്രത്തിന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി രാജ്യത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നങ്ങൾക്ക് നേതൃത്വം കൊടുത്ത രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് അയോധ്യയിലെ ശ്രീരാമപ്രഭുവിന്റെ പ്രതീകമായ ഉപഹാരം സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അവർകൾ കൈമാറുന്നു. അടുത്തതായി ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക് വേണ്ടി സ്റ്റേറ്റ് BJP മഹിളാ ടീമിന്റെ ആദരം. അയോധ്യയിൽ ഭവ്യമായ രാമമന്ദിരം ഉയരുമ്പോൾ അതിലേറ്റവും ആനന്ദിക്കുന്നത് രാമഭക്തിയുടെ മൂർത്തരൂപമായ ചിരഞ്ജീവിയായ ശ്രീ ഹനുമാൻ സ്വാമിയാണ്. എത്രയെത്ര രഘുനാമ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിയും. എവിടെയെല്ലാം രാമനാമം ഉയരുന്നുവോ അവിടെയെല്ലാം കൂപ്പുകൈകളോടെ ആഞ്ജനേയൻ സന്നിഹിതനാകുന്നു. രാമഭക്തൻ ഹനുമാന്റെ പ്രതീകമായ ഉപഹാരം തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ കൈമാറുന്നു. ഭാരതത്തിലെ 51 ഗ്രാമങ്ങളിൽ നിന്നും ശേഖരിച്ച മണൽ കൊണ്ട് പ്രധാനമന്ത്രിയുടെ 51 അടി വലുപ്പമുള്ള ചിത്രം രചിച്ച ശ്രീ ബാബു ആ മണൽ ചിത്രത്തിന്റെ രൂപം ശ്രീ മോദിജിക്ക് സമർപ്പിക്കുന്നു. ശ്രീമതി ബീന കണ്ണൻ അവരുടെ സ്വന്തം സംഗീതമായ ശീമാട്ടിയിൽ നിർമ്മിച്ച വെള്ളി നൂലുകൊണ്ട് നിർമ്മിച്ച ഷോള് അത് പ്രധാനമന്ത്രിക്ക് ഉപഹാരമായിട്ട് സമർപ്പിക്കുന്നു. നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ധന്യ നിമിഷം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സ്ത്രീ സാഗരത്തെ അഭിസംബോധന ചെയ്യുന്നു ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി. സർ, with great respect, we invite you to address this huge gathering, a gathering of the women in Kerala. ഇത് തർജ്ജമ ചെയ്യുന്നത് കേന്ദ്ര വിദേശ സഹകാര്യമന്ത്രി ശ്രീ V മുരളീധരൻ അവർകൾ. भारत माता की, भारत माता की, भारत माता की। केरला की मेरी माता और बहनों, केरला थिल्ले एंडे अम्मा मारे सहोदरी मारे आप सभी इतनी बड़ी संख्या में स्त्री शक्ति मुझे आशीर्वाद देने आई है। मैं आपका बहुत बहुत आभारी हूं। आप सभी को 2024 की
अनेक अनेक शुभकामनाएं। कल ही भारत केसरी मन्नाथू पद्मनाभन की जन्म जयंती थी। मैं उन्हें अपनी श्रद्धांजलि अर्पित करता हूं। साथियों, सौभाग्य से मैं भगवान शिव की काशी का सांसद हूं और यहां भी वडक्कुम नाथन मंदिर में शिव खुद विराजे हैं। इस मैदान पर जब हम एकत्र हुए हैं तो विश्व प्रसिद्ध त्रिशूरपुरम उत्सव का उत्साह ही नजर आ रहा है। केरला की कल्चरल कैपिटल त्रिशूर से निकलने वाला ये संदेश पूरे केरला में नई चेतना का संचार करेगा। കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, ഇത്രയും വലിയ സംഖ്യയിൽ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് എനിക്ക് എന്നെ അനുഗ്രഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും 2024 ആശംസകൾ, നിരവധി ആശംസകൾ നേരുന്നു. ഇന്നലെയായിരുന്നു ഭാരത കേസരി മന്നത്ത് പത്മനാഭന്റെ ജയന്തി ദിനം. അദ്ദേഹത്തിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ കാശിയിൽ നിന്നുള്ള, വാരണാസിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ്. ഭഗവാൻ ശിവന്റെ ഭൂമിയായിട്ടുള്ള കാശിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം. ഇവിടെ വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിലും മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ വലിയ വിശാലമായിട്ടുള്ള മൈതാനിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരും വിശ്വപ്രസിദ്ധമായിട്ടുള്ള തൃശൂർ പൂരത്തിന്റെ ഉത്സാഹത്തിന്റെ, തൃശൂർ പൂരത്തിന്റെ ഉത്സവത്തിന്റെ, ആ ഉത്സവത്തിന്റെ ഉത്സാഹമാണ് നിങ്ങളെല്ലാവരും ദൃശ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശൂരിൽ, ആ തൃശൂരിൽ നിന്നുയരുന്ന സന്ദേശം, ആ സന്ദേശം കേരളത്തിന് മുഴുവൻ തന്നെ പുതിയ ചേതനയുടെ സഞ്ചാരം, ആ പുതിയ ചേതനയുടെ സന്ദേശമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കേരളത്തിലെ എൻ്റെ അമ്മ, मारे सहोदरी मारे, आज शिवगंगे की महान पराक्रमी रानी वेलु नाचियार की जन्म जयंती है। आज देश ही महान शिक्षाविद और समाज सुधारक सावित्रीबाई फुले जी की भी जन्म जयंती है। नारी शक्ति का सामर्थ्य कितना बड़ा होता है, ये इन दोनों के व्यक्तित्व से सीखने को मिलता है। केरला की मिट्टी, इस मिट्टी ने ऐसी अनेक संतानें देश को दी है जिन्होंने भारत की बौद्धिक और सामाजिक चेतना को समृद्ध किया है। केरला की बेटियां ने भारत की आजादी, संस्कृति और संविधान के निर्माण में महत्वपूर्ण भूमिका निभाई है। एवी कट्टीमालु अम्मा, अकम्मा चेरियन, रोसम्मा पनूस जैसी वीरांगनाओं ने स्वतंत्रता आंदोलन को नई ऊर्जा दी। केरला की कात्यायनी अम्मा और भागीरथी अम्मा ने देश को दिखाया कि सीखने की कोई आयु नहीं होती। आदिवासी कलाकार
नांजियम्मा ने को उनकी अद्भुत कला के लिए नेशनल अवार्ड देना, इसका सौभाग्य भी हमें मिला। पीटी उषा जी हो, अंजू बॉबी जॉर्ज हो, ये पूरे देश की बेटियों के लिए बहुत बड़ी प्रेरणा है। കേരളത്തിലെ അമ്മമാരെ, സഹോദരിമാരെ, ഇന്ന് ശിവഗംഗയിൽ, തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ ജനിച്ച, സ്വാതന്ത്ര്യ സമരത്തിൽ വീരപരാക്രമം കാണിച്ച വേലുനാച്ചിയാരുടെ ജന്മദിനമാണിന്ന്. അതോടൊപ്പം മഹാരാഷ്ട്രയിൽ നിന്നുള്ള സുപ്രസിദ്ധയായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണ, സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള സാവിത്രിബായി ഫുലെയുടെ ജന്മജയന്തിയാണിന്ന്. ഇവര് രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങൾ നമ്മുടെ സ്ത്രീ ശക്തി, ആ സ്ത്രീ ശക്തിയുടെ കഴിവ് എത്ര മഹത്തരമാണ് എന്ന് നാടിന് മുഴുവൻ കാണിച്ചു തന്നിരിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണ് അങ്ങനെയുള്ള നിരവധി സന്താനങ്ങൾക്ക്, നിരവധി പുത്രിമാർക്ക് ജന്മം നൽകിയ മണ്ണാണ്. ഈ നാടിന്റെ ഈ രാജ്യത്തിന്റെ ബുദ്ധിപരവും സാമൂഹ്യവുമായിട്ടുള്ള ചൈതന്യം, ആ ചേതനയെ സമൃദ്ധമാക്കിയിട്ടുള്ള നിരവധി പുത്രിമാർക്ക് ജന്മം നൽകിയിട്ടുള്ള മണ്ണാണ് കേരളത്തിന്റെ പുത്രിമാർ. ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ, ഈ നാടിന്റെ സാംസ്കാരികമായിട്ടുള്ള ചരിത്രത്തിൽ, ഈ നാടിന്റെ ഭരണഘടനാ നിർമ്മാണത്തിൽ അതിലൊക്കെ വഹിച്ചിട്ടുള്ള പങ്ക് മഹത്തരമാണ്. AV കുട്ടിമാളു അമ്മയെ പോലെയുള്ള ആളുകൾ, അക്കമ്മ ചെറിയാനെ പോലെയും റോസമ്മ പുന്നൂസിനെയും പോലെയുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിരവധി വനിതകൾ, അവര് നൽകിയിട്ടുള്ള ചൈതന്യം, ആ ഊർജം നമുക്ക് മറക്കാൻ സാധിക്കില്ല. കേരളത്തിലെ കാർത്തിയാനി അമ്മയും ഭാഗീരഥി അമ്മയും ഈ നാടിന് കാണിച്ചു കൊടുത്തു. വിദ്യാഭ്യാസം നേടുന്നതിന്, അറിവ് നേടുന്നതിന്, സാക്ഷരരാകുന്നതിന് അതിന് പ്രായം ഒരു പരിധിയല്ല എന്ന്. ആദിവാസി കലാകാരിയായിട്ടുള്ള നാഞ്ചിയമ്മയുടെ കലാപരമായിട്ടുള്ള സംഗീതത്തിലുള്ള അവരുടെ പ്രാവീണ്യം, ആ പ്രാവീണ്യത്തിന്റെ പേരിൽ അവർക്ക് ദേശീയ അവാർഡ് നൽകാൻ ഈ സർക്കാരിന് സാധിച്ചു. PT ഉഷയെ പോലെ, അഞ്ജു ബോബി ജോർജിനെ പോലെ ലോകത്തിലെ സഹോദരിമാർക്ക് മുഴുവൻ, ലോകത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ, അവർക്ക് മുഴുവൻ തന്നെ പ്രേരണ നൽകുന്ന സഹോദരിമാർ, പെൺമക്കൾ ഈ കേരളത്തിന്റെ സംഭാവനയാണ്. കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, आजकल देश में मोदी की गारंटी की चर्चा है, लेकिन मैं मानता हूं देश की नारी शक्ति विकसित भारत के संकल्प की सिद्धि की सबसे बड़ी गारंटी है। दुर्भाग्य से आजादी के बाद लेफ्ट कांग्रेस की सरकारों ने, LDF, UDF की सरकारों ने नारी शक्ति को कमजोर माना। लेफ्ट और कांग्रेस ने लोकसभा और विधानसभा में महिलाओं को रिजर्वेशन देने वाला कानून बरसों तक लटकाए रखा, लेकिन मोदी ने आप सभी बहनों को आपका हक देने की गारंटी दी थी और उस गारंटी को पूरा करके दिखाया। नारी शक्ति बंधन अधिनियम अब कानून बन चुका है। आपको याद होगा, जब तक देश में लेफ्ट और कांग्रेस के गठबंधन की सरकारें थी, तब तक मुस्लिम बहनें ट्रिपल तलाक से परेशान थी। मोदी ने मुस्लिम बहनों को
ट्रिपल तलाक से मुक्ति देने की गारंटी दी थी और उसे ईमानदारी से पूरा भी करके दिखाया। കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, ഇപ്പൊ നാട്ടിൽ മുഴുവൻ ചർച്ച മോദിയുടെ ഉറപ്പിനെ പറ്റിയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് സ്ത്രീകളുടെ ശക്തിയാണ് ഈ നാടിനെ വികസിതമായിട്ടുള്ള ഒരു രാഷ്ട്രമാക്കുന്നതിൽ, അത് പ്രാവർത്തികമാക്കുന്നതിൽ, വികസിത രാഷ്ട്രമാക്കും എന്നുള്ള പ്രതിജ്ഞ പ്രാവർത്തികമാക്കുന്നതിൽ ഏറ്റവും വലിയ ഉറപ്പ്. ദൗർഭാഗ്യവശാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇടതുപക്ഷവും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ, UDFന്റെയും LDFന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ, ആ സർക്കാരുകൾ സ്ത്രീ ശക്തിയെ ദുർബലമായിട്ടുള്ള ശക്തിയായിട്ടാണ് കണക്കാക്കിയത്. ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് സംവരണം നൽകാനുള്ള നിയമം ഇടതുപക്ഷവും കോൺഗ്രസും ദശകങ്ങളായി തീരുമാനമെടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ മോദി സർക്കാർ നിങ്ങൾക്കെല്ലാവർക്കും, എല്ലാ സഹോദരിമാർക്കും നിങ്ങളുടെ അധികാരം, അത് ഉറപ്പ് നൽകുന്ന തീരുമാനമെടുത്തു. അതുമാത്രമല്ല, അത് പ്രാവർത്തികമാക്കി. നാരി ശക്തി വന്ദൻ നിയമം, ആ നിയമം ഇന്ന് നിയമമാക്കി കഴിഞ്ഞു. ഇന്ന് രാജ്യത്തിന്റെ നിയമത്തിന്റെ ഭാഗമായി. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും, കോൺഗ്രസും ഇടതുപക്ഷവും ഭരിച്ചിരുന്ന, അവരുടെ മുന്നണികൾ ഭരിച്ചിരുന്ന കാലങ്ങളിൽ, ആ കാലങ്ങളിൽ ഒരിക്കലും മുസ്ലിം വനിതകളുടെ ആ മുത്തലാഖിൽ മുസ്ലിം സ്ത്രീകൾ ഏറ്റവും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ മുസ്ലിം സഹോദരിമാർക്ക് അവർക്ക് മുത്തലാഖിൽ നിന്ന് മോചനം നേടിക്കൊടുത്തു. ആ മോചനം നേടിക്കൊടുക്കും എന്നുള്ള ഉറപ്പ്, മോദിയുടെ ഉറപ്പ്, ആ ഉറപ്പ് സത്യസന്ധമായി നടപ്പിലാക്കി. കേരള ജില്ലേ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, बीजेपी के नेतृत्व वाली एनडीए सरकार के लिए 4 जातियां सर्वोपरि है। जब देश के गरीब, देश के युवा, देश के किसान और देश की महिलाओं का विकास होगा, तभी देश का विकास होगा। इसलिए बीजेपी सरकार की योजनाओं का बड़ा लाभ इन 4 जातियों को सबसे ज्यादा मिला है। लेफ्ट कांग्रेस के लंबे शासनकाल में नारी शक्ति अनेक बेसिक सुविधाओं से वंचित थी। मोदी ने बहनों की समस्याओं को दूर करने की गारंटी दी थी और आपके आशीर्वाद से उन्हें पूरा भी किया। കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, ബിജെപിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, എൻഡിഎ സർക്കാരിന് 4 ജാതികളാണ് സുപ്രധാനമായിട്ട് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ടുള്ളത്. ഒന്ന്, ഈ നാട്ടിലെ ദരിദ്രരായിട്ടുള്ളവർ. 2, ഈ നാട്ടിലെ യുവാക്കൾ. 3, ഈ നാട്ടിലെ കർഷകർ. അതോടൊപ്പം ഈ നാട്ടിലെ സ്ത്രീകൾ. അവരുടെ വികസനം, ആ വികസനം ഉണ്ടാകുമ്പോൾ, അത് സാധ്യമാകുമ്പോൾ മാത്രമാണ് ഈ നാടിന്റെ വികസനം സാധ്യമാവുക. അതുകൊണ്ട് ഈ 4 ജാതികൾക്ക്, ഈ 4 ജാതിയിലുള്ള ആളുകൾക്ക്, അവർക്ക് ഈ നാട്ടിലെ ഈ സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ പ്രയോജനം, ആ പ്രയോജനം അവർക്ക് ലഭ്യമാക്കാൻ സർക്കാർ പരിശ്രമിക്കുന്നു. കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ദീർഘകാലത്തെ അധികാര കാലഘട്ടം, ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമല്ലാതിരുന്ന
ഒരു കാലഘട്ടമായിരുന്നു. അവിടെ നിന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഉറപ്പ്, മോദിയുടെ ഉറപ്പാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള തീരുമാനം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ ഉറപ്പുകൾ പാലിക്കാൻ മോദിക്ക് സാധിച്ചിരിക്കുന്നു. साथियों, बीते 10 वर्षों में हमने महिलाओं का जीवन आसान बनाने के लिए अनेक कदम उठाए हैं। हमने 10 करोड़ उज्ज्वला गैस कनेक्शन दिए। ये सफलता कैसे मिली? मोदी युडे गारंटी। हमने 11 करोड़ परिवार की बहनों को पाइप से पानी दिया। ये क्यों हुआ? मोदी युडे गारंटी। हमने 12 करोड़ परिवार की बहनों के लिए टॉयलेट बनवाया। ये कैसे बने? मोदी युडे गारंटी। हमने 1 रुपए में सुविधा सैनिटरी पैड्स की योजना शुरू की। ये किसे संभव बनाया? मोदी युडे गारंटी। हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले। ये सफलता कैसे मिली? मोदी युडे गारंटी। हमने 30 करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए। ये कैसे संभव हुआ? मोदी युडे गारंटी। हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया। इसे किसे संभव बना दिया? मोदी युडे गारंटी। हमने सैनिक स्कूलों में बेटियों के एडमिशन का रास्ता खोला। ये कैसे संभव हुआ? मोदी युडे गारंटी। मोदी युडे गारंटी। हमने लोकसभा विधानसभा में महिलाओं को रिजर्वेशन दिया। ये वायदा कैसे पूरा हुआ? मोदी युडे गारंटी। मेरे परिवारजनों, आज जब हम विकसित भारत की बात कर रहे हैं तो उसमें नारी शक्ति को हम एक सशक्त फोर्स बनाना चाहते हैं। इसलिए आने वाले समय में हमारी माताओं, बहनों, बेटियों के लिए अवसर ही अवसर आने वाले हैं। अब 15,000 महिला सेल्फ हेल्प ग्रुप को ड्रोन मिलेंगे, क्योंकि आपके पास है मोदी युडे गारंटी। अब देश में 2 करोड़ महिलाएं लखपति दीदी बनाई जाएगी। ये कैसे होगा? मोदी युडे गारंटी। पीएम विश्वकर्मा योजना से महिलाओं को पैसे और ट्रेनिंग मिलेगी, क्योंकि आपके पास है मोदी युडे गारंटी। पीएम स्वनिधि योजना से रेडी फुटपाथ पर दुकान लगाने वाली महिलाओं को मदद मिलेगी, क्योंकि आपके पास है मोदी युडे गारंटी। बेटियों को स्पोर्ट्स में आगे बढ़ाया जाएगा, क्योंकि आपके पास है मोदी युडे गारंटी। आपको 5 लाख रुपए तक मुफ्त इलाज मिलता रहेगा, क्योंकि आपके पास है मोदी युडे गारंटी। आपको सस्ती रसोई गैस मिलती रहेगी, क्योंकि आपके पास है मोदी युडे गारंटी। पीएम आवास योजना के घर आपके नाम रजिस्टर होते रहेंगे, क्योंकि आपके पास है മോദി യുടെ ഗ്യാരണ്ടി. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ സ്ത്രീകളുടെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടി നിരവധി പദ്ധതികൾ, നിരവധി നടപടികൾ കൈക്കൊണ്ടു. 10 കോടി ഉജ്ജ്വല കണക്ഷൻ നൽകി. എങ്ങനെ ഇത് സാധ്യമായി? മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഉറപ്പ്. 11 കോടി കുടുംബങ്ങൾക്ക്, 11 കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് പൈപ്പിലൂടെയുള്ള കണക്ഷൻ, പൈപ്പ് വെള്ളം നൽകി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. 12 കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക്
ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. 1 രൂപ വിലക്ക് സുവിധ സാനിറ്ററി പാഡുകൾ നൽകി അതിനുള്ള പദ്ധതി തുടങ്ങി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിലെ 60 ലക്ഷം സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. 30 കോടിയിലധികം ആളുകൾക്ക് മുദ്രാ വായ്പകൾ നൽകി. മഹിളാ ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് നൽകി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. ഗർഭവതികളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രസവാവധി 26 ആഴ്ചയായിട്ട് വർദ്ധിപ്പിച്ചു. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. അതിനുള്ള വഴിയുണ്ടാക്കി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. ലോക്സഭ നിയമസഭകളിൽ സംവരണം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംവരണം, ആ സംവരണം പ്രാവർത്തികമാക്കി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. എന്റെ കുടുംബാംഗങ്ങളെ, നമ്മൾ ഇന്ന് വികസിത ഭാരതത്തെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അതിൽ സ്ത്രീ ശക്തി ഒരു സുപ്രധാനമായിട്ടുള്ള ശക്തിയായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺകുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് അവസരങ്ങളുടെ കലവറ തുറന്നിരിക്കുകയാണ്. 15,000 സ്ത്രീകളുടെ സ്വയം സഹായ സമൂഹങ്ങൾക്ക്, SHGകൾക്ക് ഡ്രോൺ കിട്ടും. എന്താ ഉറപ്പ്? കാരണം മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട് അക്കാര്യത്തിൽ. 2 കോടി സ്ത്രീകൾ, ഈ രാജ്യത്തെ സ്ത്രീകൾ ലക്ഷാധിപതികളാകും. എങ്ങനെ സാധിക്കും? മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിലൂടെ സ്ത്രീകൾക്ക് അവർക്ക് പരിശീലനം ലഭിക്കും. എന്താ ഉറപ്പ്? മോദിയുടെ ഉറപ്പുണ്ട്. പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയിലൂടെ തെരുവോര കച്ചവടക്കാരായിട്ടുള്ള സ്ത്രീകൾ, അങ്ങനെയുള്ളവർക്ക് സഹായം ലഭിക്കും. എന്താ ഉറപ്പ്? മോദിയുടെ ഉറപ്പുണ്ട്. സഹോദരിമാർക്ക്, പെൺകുട്ടികൾക്ക് കായിക മേഖലയിൽ അവർക്ക് വീണ്ടും മുന്നോട്ട് പോകാം. എന്താ ഉറപ്പ്? മോദിയുടെ ഉറപ്പുണ്ട്. 5 ലക്ഷം രൂപ വരെ സൗജന്യമായിട്ടുള്ള ചികിത്സാ സഹായം ലഭിക്കും. എന്താ ഉറപ്പ്? മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ചുരുങ്ങിയ വിലക്ക് പാചകവാതകം ലഭിക്കും. എന്താ ഉറപ്പ്? മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ എല്ലാവർക്കും വീട് ലഭിക്കാനുള്ള പദ്ധതി. എന്താ ഉറപ്പ്? മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, केरला की अनेक माताओं की संतानें दुनिया भर में काम कर रही है, पढ़ाई के लिए गई हुई है। आप देख रहे हैं कि बीते वर्षों में दुनिया में कैसे कैसे संकट आए हैं। कोरोना हो, सूडान का संकट हो, यूक्रेन का संकट हो, गाजा का संकट हो, बड़े बड़े संकट हमने देखे हैं। कितना ही बड़ा संकट क्यों ना हो, बीजेपी सरकार ने अपने लोगों को सुरक्षित बाहर निकाला है। जब केरला की नर्सेस इराक में फंसी थी तो बीजेपी सरकार थी जो उन्हें सुरक्षित बाहर निकालकर केरला वापस लाई। कल्पना कीजिए कि अगर दिल्ली में लेफ्ट कांग्रेस की कमजोर सरकार होती तो हमारी इन बेटियों का क्या होता। ये मोदी की गारंटी है कि दुनिया में कहीं भी संकट चाहे कितना भी बड़ा क्यों ना हो, हर भारतीय की സുരക്ഷ की जाएगी. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, കേരളത്തിലെ അമ്മമാരുടെ നിരവധി പുത്രന്മാർ
അവരുടെ കുട്ടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ജോലി തേടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോകുന്നവരായിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷങ്ങളിൽ ലോകം നിരവധി സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. അത് കൊറോണയാകട്ടെ, സുഡാനിലെ സംഘർഷമാകട്ടെ, യുക്രൈനിലെ സംഘർഷമാകട്ടെ, ഗാസയിലെ സംഘർഷമാകട്ടെ, അങ്ങനെയുള്ള നിരവധി സംഘർഷങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ അതുപോലെയുള്ള പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ശരി, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങളെ സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. കേരളത്തിലെ നഴ്സുമാരായിട്ടുള്ള സഹോദരിമാർ ഇറാഖിൽ കുടുങ്ങിപ്പോയപ്പോൾ അന്ന് അവരെ സുരക്ഷിതമായി കൊണ്ടുവന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തിച്ചത് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, കേന്ദ്രത്തിൽ ആ കാലത്ത് ഭരണം നടത്തിയിരുന്നത് ഇടതുപക്ഷ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ദുർബല സർക്കാരായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇന്ന് ലോകത്തിൽ എവിടെയാണെങ്കിലും, ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും, എത്ര സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും അവരെ എല്ലാവരെയും സുരക്ഷിതമായി ഈ നാട്ടിലെത്തിക്കാൻ കഴിയും. കാരണം ആ കാര്യത്തിൽ മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്, ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും സുരക്ഷിതമായിട്ട് എത്തിക്കുമെന്ന്. കേരളത്തിലെ एंड अम्मा मारे सहोदरी मारे केरला में लंबे समय से लेफ्ट और कांग्रेस पक्ष और विपक्ष का ढोंग रचते रहे हैं, जबकि ये हमेशा से एक ही थे। ये सिर्फ नाम के लिए दो पार्टियां हैं। केरला में करप्शन हो, क्राइम हो या परिवारवाद, ये दोनों सब कुछ मिलकर के करते हैं। अब इंडी गठबंधन बनाकर इन्होंने घोषणा कर दी कि इनकी विचारधारा और इनकी नीतियों में कोई अंतर नहीं है। अब केरला की जनता को भी साफ पता चला है कि केरला का विकास अगर कोई कर सकता है तो वो बीजेपी है, एनडीए है। लेफ्ट कांग्रेस गठबंधन यानी इंडी अलायंस को केरला में भी बीजेपी ही हराएगी। കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, കേരളത്തിൽ ഏറെക്കാലമായി കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും രണ്ട് മുന്നണികൾ ഭരണത്തിലും പ്രതിപക്ഷത്തും ഇരുന്നുകൊണ്ട് വഞ്ചനയുടെ നാടകം കളിക്കുകയാണ്. അവര് എല്ലായ്പ്പോഴും ഒരുമിച്ചായിരുന്നു. പേരിൽ മാത്രം അവർ പ്രത്യേകം പാർട്ടികളായിട്ട് അവർ നിലനിൽക്കുന്നു എന്ന് മാത്രം. കേരളത്തിലെ അഴിമതിയാണെങ്കിലും, അക്രമമാണെങ്കിലും, കുടുംബാധിപത്യമാണെങ്കിലും ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ അവര് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവരുടെ ആശയങ്ങൾ. ആ ആശയങ്ങളും അവരുടെ നയങ്ങളും അത് രണ്ടും ഒരു വ്യത്യാസവുമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി ഇപ്പോ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുകയാണ്. കേരളത്തിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ, ദേശീയ ജനാധിപത്യ സഖ്യത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന്. അതുകൊണ്ട് കേരളത്തിലും ഈ ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, केंद्र की बीजेपी सरकार का मंत्र राज्य के विकास से देश के विकास का है। आज देश में चौड़ी सड़कें बन रही हैं, आधुनिक रेलवे,
आधुनिक एयरपोर्ट बन रहे हैं, लेकिन इंडी गठबंधन की सरकार सिर्फ और सिर्फ मोदी विरोध के कारण यहां काम होने नहीं देती। इंडी गठबंधन यहां केरला में लूट की खुली छूट चाहता है। यहां गोल्ड की स्मगलिंग को लेकर जो खेल चलता है, जिन दफ्तरों से चलता है, वो किसी से छिपा नहीं है। ये लोग चाहते हैं कि केंद्र सरकार गरीबों के लिए, यहां के इंफ्रास्ट्रक्चर के लिए जो फंड देती है, उसके बारे में पूछताछ ही न हो। इसलिए ये केंद्र की हर योजना पर अड़ंगे लगाते हैं। കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, കേന്ദ്രത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ സംസ്ഥാനങ്ങളുടെ വികസനത്തിലൂടെയാണ് രാജ്യത്തിന്റെ വികസനം ഉണ്ടാവുക എന്ന് വിശ്വസിക്കുന്ന സർക്കാരാണ്. നാട്ടിൽ ഇന്ന് വിശാലമായിട്ടുള്ള റോഡുകളുടെ നിർമ്മാണം നടക്കുന്നു, ആധുനിക റെയിൽവേ സംവിധാനങ്ങൾ ഒരുങ്ങുന്നു, പുതിയ വിമാനത്താവളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ സർക്കാർ, ആ സർക്കാർ മോദി വിരോധത്തിന്റെ പേരിൽ ഇവിടെ അതൊന്നും നടപ്പിലാക്കാൻ അനുവദിക്കുന്നില്ല. ഇന്ത്യ മുന്നണി ഇവിടെ കേരളത്തിൽ കൊള്ള നടത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അവർക്ക് വേണ്ടത്. ഇവിടെ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടന്നത് എന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ആരുടെ മുന്നിലും അത് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇവരാഗ്രഹിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, ഈ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി, അതിനുവേണ്ടി നൽകുന്ന പണത്തിന്റെ കണക്ക് പോലും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ നയം. അതുകൊണ്ട് അങ്ങനെ കണക്ക് ചോദിക്കുമ്പോൾ ഇവര് പറയുന്നത് ഇവര് കേന്ദ്രത്തിന്റെ പദ്ധതികൾക്കടക്കം തടസ്സം സൃഷ്ടിക്കുകയാണ്. കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, इंडी गठबंधन को सिर्फ एक ही काम आता है। इंडी गठबंधन हमारी आस्था पर चोट करता है। इन्होंने मंदिरों को, हमारे त्योहारों को भी लूट का माध्यम बना दिया है। त्रिशूलपुरम के साथ जिस प्रकार की राजनीति की जा रही है, वो दुर्भाग्यपूर्ण है। सबरीमाला में भी जिस प्रकार की अव्यवस्था सामने आई है, उससे भी श्रद्धालुओं को बहुत असुविधा आई है। ये यहां की राज्य सरकार की अक्षमता का प्रमाण है। കേരളത്തിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, എന്റെ അമ്മമാരെ, സഹോദരിമാരെ, ഇന്ത്യ മുന്നണി അവർക്കറിയുന്നത് ഒരൊറ്റ കാര്യമാണ്. അവര് നമ്മുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നു. ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ഉത്സവങ്ങൾ, ആ ഉത്സവങ്ങൾ പോലും കൊള്ളയുടെ മാധ്യമമായിട്ടാണ് അവർ കാണുന്നത്, അതിനുള്ള മാർഗമായിട്ടാണ് കാണുന്നത്. തൃശൂർ പൂരത്തെ സംബന്ധിച്ച് നടക്കുന്ന രാഷ്ട്രീയ കളി, ആ രാഷ്ട്രീയ കളി ദൗർഭാഗ്യകരമാണ്. ശബരിമലയുടെ കാര്യത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള കുത്തഴിഞ്ഞ സ്ഥിതി, ആ കുത്തഴിഞ്ഞ സ്ഥിതി ഈ നാട്ടിലെ വിശ്വാസികൾക്ക് മുഴുവൻ തന്നെ ഏറെ വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ അത് സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മയുടെ തെളിവ് ആണത്. കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, भाजपा जब सबका साथ, सबका विकास की बात करती है, तो इसमें सबकी आस्था का सम्मान भी शामिल है। इसलिए
आज नॉर्थ ईस्ट सहित देश के ऐसे अनेक राज्य जहां बड़ी संख्या में ईसाई आबादी रहती है, वहां भाजपा की सरकारें हैं। हाल में क्रिसमस के दौरान मुझे दिल्ली में अपने आवास पर क्रिश्चियन कम्युनिटी को होस्ट करने का अवसर मिला। कम्युनिटी के धर्मगुरुओं ने, इंटेलेक्चुअल्स और अचीवर्स ने जो आशीर्वाद मुझे दिया, सरकार के काम को सराहा, उसके लिए मैं उनका फिर से आभार व्यक्त करता हूं। കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, ഭാരതീയ ജനതാ പാർട്ടി എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന് പറയുമ്പോൾ അതിനർത്ഥം എല്ലാവരുടെയും വിശ്വാസങ്ങളെയും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സഹോദരന്മാർക്ക് വലിയ ജനസംഖ്യയുള്ള, വലിയ തോതിൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ, അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഭരണത്തിലിരിക്കുന്നത്. ഈ അടുത്ത ദിവസം ക്രിസ്മസിന്റെ ദിവസത്തിൽ ഡൽഹിയിലെ എന്റെ വസതിയിൽ ക്രൈസ്തവ സഹോദരന്മാർക്ക് അവർക്ക് ആതിഥ്യമരുളാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ആ സമൂഹത്തിലെ, ക്രൈസ്തവ സമൂഹത്തിലെ മതാചാര്യന്മാർ, ആ സമൂഹത്തിലെ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ, അതുമാത്രമല്ല ആ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർ, അങ്ങനെയുള്ളവരൊക്കെ അവരെല്ലാവരും തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. അതിനു വേണ്ടിയിട്ട് അതിന്റെ പേരിൽ അവരുടെ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ എനിക്ക് ലഭിച്ചിട്ടുള്ള അവസരം, ആ അവസരത്തിന് ഞാൻ അവരോട് നന്ദി പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, आपने इतना बड़ा आयोजन किया। इस उत्साह को अब हमें केरला में नारी शक्ति के आंदोलन के रूप में आगे बढ़ाना है। एक ऐसा आंदोलन जो विकसित भारत में केरला की सशक्त भूमिका सुनिश्चित करेगा। इस आंदोलन का आधार केरला की आप जैसी मेरी माताएं बहनें ही होगी। आपने इतनी बड़ी तादाद में आकर के हमें आशीर्वाद दिया और पूरे रास्ते पर जिस प्रकार से स्वागत सम्मान किया, मैं केरला के नागरिकों का हृदय से बहुत बहुत आभार व्यक्त करता हूं। आप सबका भी बहुत आभार व्यक्त करता हूं। കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, ഇത്രയും വലിയ സംഖ്യയിൽ നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഈ ഉത്സാഹത്തെ, ഈ ഊർജത്തെ കേരളത്തിലെ സ്ത്രീ ശക്തിയുടെ മുന്നേറ്റമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ മുന്നേറ്റമായിട്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അത് രാജ്യത്തിന്റെ വികസനം, ആ വികസിതമായിട്ടുള്ള രാജ്യത്തിൽ, വികസിതമായിട്ടുള്ള ഇന്ത്യയിൽ, അതിൽ കേരളത്തിന്റെ ശക്തമായ അടിത്തറ, ആ അടിത്തറ ഉറപ്പുവരുത്തുന്ന ഒരു മുന്നേറ്റമായിരിക്കണം. ഈ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനം അത് നിങ്ങളെല്ലാവരെയും പോലെയുള്ള സഹോദരിമാരും അമ്മമാരുമായിരിക്കണം. ഇന്ന് നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വഴിനീള നൽകിയിട്ടുള്ള വലിയ സംഖ്യയിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ട് നൽകിയിട്ടുള്ള സ്വീകരണത്തിന്, ആ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. आपकी झंडी ऊपर कीजिए और मेरे साथ बोलिए, भारत माता की। പതാക ഉയർത്തി भारत माता की आवाज जोर से आनी चाहिए। കൂടുതൽ ഉറക്കെ भारत माता की, भारत माता की,
भारत माता की। सब खड़े होकर के अपना झंडी हिलाइए। എല്ലാവരും എഴുന്നേറ്റ് നിന്ന് भारत माता की, പതാക വീശി भारत माता की, भारत माता की। वंदे 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 वंदे। बहुत बहुत धन्यवाद। ആരോഗ്യ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, കായിക മേഖലകളിൽ സ്ത്രീകളെ ശക്തരാക്കുന്ന, പ്രാപ്തരാക്കുന്ന മോദിയുടെ ഗ്യാരണ്ടിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. We trust you, sir, for all the guarantees you have given to the women power of Bharat. We, the women of Kerala, are with you, sir.